മകന് വിഷം നൽകിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി മരിച്ചു. ഇടുക്കി കരുണാപുരം നിരപ്പേൽക്കട ചിറവേലിൽ ആര്യയാണ് മരിച്ചത്. മകൻ 3 വയസ്സുള്ള ആരോമൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കമ്പംമെട്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു സംഭവം. രാത്രിയിൽ ആര്യയെയും ഭർത്താവ് രമേശനുമായി കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിരുന്നു. ഇതിനുശേഷം പുറത്തേക്ക് പോയ ഭർത്താവ് ഓട്ടോറിക്ഷയിൽ ഏറെ നേരം ചെലവഴിച്ചു. തുടർന്ന് പാതിരാത്രിയോടെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ അവശയായി കിടക്കുന്നതാണ് കണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആര്യയുടെ ജീവൻ രക്ഷിക്കുവാനായില്ല. ആര്യയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് വാഹനത്തിലിരുന്ന കുട്ടികളുടെ കാര്യം ശ്രദ്ധിച്ചത്. ഇതിൽ ഇളയ കുട്ടിയായ ആരോമൽ മയങ്ങി വീഴുന്ന നിലയിലായിരുന്നു. ഉടൻ തന്നെ സംശയം തോന്നിയ നാട്ടുകാർ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് ആരോമലിന്റെ ഉള്ളിലും വിഷം ചെന്നതായി കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആര്യ മകന് വിഷം നൽകിയ ശേഷം സ്വയം വിഷം കഴിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി ഒരു 12:10 സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. അതുപോലെ ആര്യ 24 വയസ്സുള്ള ആര്യ വിഷം അടിച്ചതെന്ന് പറഞ്ഞാണ് എനിക്ക് ഫോൺ കോൾ വന്നത്. ഉടൻ തന്നെ ഞാൻ എത്തിയപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും ഒരു ആശുപത്രി കൊണ്ടുവരുന്നു. ഞാനും പുറകെ തന്നെ ആശുപത്രിയിലെത്തി. ആശുപത്രിയിലെത്തുമ്പോൾ ആര്യയുടെ നില ഇച്ചിരി സീരിയസ് ആയിരുന്നു. ആശുപത്രിയിലെത്തിയ ഒരു അരമണിക്കൂറിനകം തന്നെ ആര്യ മരണപ്പെട്ടു എന്നാണ് ഡോക്ടർ സ്ഥിരീകരിച്ചത്. അതിനുശേഷമാണ് ആര്യ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ കൊച്ചിനെന്തോ ഒരു തളർച്ച പോലെ തോന്നി. അപ്പോഴാണ് ആര്യയ്ക്ക് ഇത്ര സീരിയസ് ആയതുകൊണ്ട് കൊച്ചിനെ ആരും ശ്രദ്ധിച്ചില്ല. നോക്കിയപ്പോൾ കൊച്ചിനും വിഷം കൂടുതലുള്ളതായിട്ട് കണ്ടെത്തി. അപ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ കൊച്ചിന്റെ നില കൊച്ചിന്റെ പേര് ആരോമലിന്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. ആര്യ മരണപ്പെട്ടു. ചെറിയ പ്രശ്നങ്ങളെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ പറയുന്നത് വെച്ച് നോക്കിയാൽ വലിയ ഈ ആത്മഹത്യ ചെയ്യേണ്ട തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അവരുടെ വീട്ടിൽ എപ്പോഴും ചെറിയ നീരസങ്ങളൊക്കെ ഉള്ളതാണ്. ഇന്നലെ എന്തോ ഇങ്ങനെ സംഭവിച്ചു. വിഷം കഴിച്ച് ശ്രദ്ധിച്ചില്ല. വിഷം ഒരു 9-10 മണിക്കൊക്കെ വിഷം കഴിച്ചതാണെന്നാണ് സംശയം. അല്ലെങ്കിൽ ഇത്രയും ക്രിട്ടിക്കൽ ആകുകയല്ല. ഇപ്പം വിവാഹം കഴിഞ്ഞിട്ട് 5.5 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് RTO വേണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാനായിട്ട്. അതിനുവേണ്ടി RTOയ്ക്ക് ഇപ്പം ഇവിടുന്ന് ഇൻഡിവേഷൻ അയച്ചിട്ടുണ്ട്. ആരോമലിന്റെ നില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇവർക്ക് 2 കുട്ടികളാണ്. UKGയിൽ പഠിക്കുന്ന അനന്യയാണ് മൂത്തയാൾ. 5 വർഷം മുമ്പാണ് ഇവർ വിവാഹം കഴിച്ചത്. കമ്പംമെട്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.